വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് വിവാദത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണം. അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ക്ഷണക്കത്ത് കിട്ടിയത്. ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അതേസമയം സതീശനെ ക്ഷണിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിഴിഞ്ഞം മെയ് മാസം 2-ാം തീയതി 11 മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ. ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, കേന്ദ്രത്തിന് നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസിലിരിക്കണം, ആരെയൊക്കെ പ്രസംഗിപ്പിക്കും, എത്ര പേരിരുത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് വൈകി ക്ഷണക്കത്ത് കൊടുത്തതിനെക്കുറിച്ചുള്ള വിശദീകരണമാണോ ഇപ്പോൾ കണ്ടത്? അതിൽ തങ്ങൾക്ക് പങ്കില്ല, കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടെന്നാണോ ഇപ്പോൾ വി എൻ വാസവൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ലഭിച്ച ക്ഷണക്കത്തിൽ ഇന്നലത്തെ തീയതിയാണല്ലോ. സ്മൃതി, 2 ദിവസം മാത്രമാണ് ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുവാൻ വേണ്ടി ബാക്കി നിൽക്കുന്നത്. ഈ സമയത്തിലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്ത രാവിലെ റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിടുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദമുണ്ടായി. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വലിയ വിമർശനമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കണ്ടോൺമെന്റ് ഹൗസിലേക്ക് തുറമുഖ വകുപ്പിന്റെ ക്ഷണക്കത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിൽ നിന്നാണ് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത്. പക്ഷേ ആ കത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും, കമ്മീഷൻ ചെയ്യും, അതിലേക്ക് എത്തിച്ചേരണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ചടങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തണം, അല്ലെങ്കിൽ സംസാരിക്കണം, അധ്യക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ സ്വാഗതമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അറിയേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. അല്പസമയത്തിനകം പാലക്കാട് വെച്ച് മാധ്യമങ്ങളെ കണ്ട് അക്കാര്യം അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് വിവരമായി ലഭിക്കുന്നത്. വി ഡി സതീശനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ മന്ത്രി കൂടിയായിട്ടുള്ള ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. കേന്ദ്രമാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒപ്പം വി എൻ വാസവനും കോട്ടയത്ത് പ്രതികരണം നടത്തിയിരുന്നു. ഈ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് വരുന്നതേയുള്ളൂ, ആ ക്ഷണം ഇന്ന് നൽകിയിട്ടുണ്ട്, ക്ഷണക്കത്ത് കൈമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യമാണ്. എന്തായാലും കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിസ്റ്റ് കൈമാറും. ആ ലിസ്റ്റിൽ കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ ആ വേദിയിൽ പങ്കെടുക്കണം പ്രോട്ടോകോൾ അനുസരിച്ച് എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയ വിവാദത്തിനു പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ക്ഷണക്കത്ത് ലഭിച്ചിരിക്കുന്നു. സ്മൃതി, ഇനിയിപ്പോൾ ആ ക്ഷണക്കത്ത് ലഭിച്ച പശ്ചാത്തലത്തിൽ പരിപാടിക്ക് പോകും എന്നുള്ളതാണോ പ്രതിപക്ഷ നേതാവിന് തീരുമാനം? അറിയാനാകുന്നുണ്ടോ? നിലവിൽ സ്മൃതി, നമ്മൾ ആ കാര്യം അന്വേഷിച്ചിരുന്നു, പ്രതിപക്ഷ നേതാവിനെ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാടാണ് ഇപ്പോഴുള്ളത്, പാലക്കാട് വെച്ച് അല്പസമയത്തിനകം തന്നെ അക്കാര്യം അറിയിക്കും, മാധ്യമങ്ങളെ കണ്ടായിരിക്കും അക്കാര്യം അറിയിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇതുവരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്. പാലക്കാട് വെച്ച് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്മൃതി, ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.